യാത്രയും തീർന്നിടാറായി ക്ഷീണവും മാറിടാറായി മാത്രം നേരമേ ഉള്ളൂ വീട്ടിൽ ചേരാൻ. യാത്രയും തീർന്നിടാറായി ക്ഷീണവും മാറിടാറായി മാത്രം നേരമേ ഉള്ളൂ വീട്ടിൽ ചേരാൻ. അല്ലൽ വേടിഞ്ഞു തവ വല്ലഭൻ കാന്തയുമായി ഹല്ലേലൂയ ഗാനങ്ങൾ പാടി വാഴാം. അല്ലൽ വേടിഞ്ഞു തവ വല്ലഭൻ കാന്തയുമായി ഹല്ലേലൂയ ഗാനങ്ങൾ പാടി വാഴാം. ഈ മായലോകം വിട്ട മരുവാസിയാം പരദേശിക്ക് സിയോൻ പൂരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗം എന്ന വിഷയത്തിന്റെ പഠനം തുടരുകയാണല്ലോ. ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കോടാനുകോടി സ്വർഗീയ ദൂതന്മാർ ഉണ്ട്. അടുത്തതായി പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്വർഗീയ ദൂതന്റെ തേജസ്സിനെ കുറിച്ചാണ്. തേജോമയനായ ഒറ്റ ദൂതനെയും നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ നമ്മൾ ദൂതന്മാരെ പോലെ ആയി തീരുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ നമുക്കത് ഗ്രഹിക്കുവാൻ അല്പം പ്രയാസവുമായിരിക്കാം. ഇവിടെ ജിബ്രിയേൽ എന്നും പറയുന്നുണ്ട്. ഗബ്രിയേൽ എന്ന ആർക്കഞ്ചലിനെ കുറിച്ച് ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ചില തെളിവുകൾ ഹാജരാക്കുക. ഓക്കെ, ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ ഞാൻ ദൈവസേനയിൽ നിൽക്കുന്ന ഗബ്രിയേൽ എന്ന പുരുഷൻ ആകുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗബ്രിയേൽ എന്ന പുരുഷൻ ബൈബിൾ ആദിയോടന്തം ഭക്തന്മാർക്ക് ദൂതുവാഹിയായി പ്രത്യക്ഷപ്പെട്ട് ദൂതറിയിക്കുന്ന പ്രധാനപ്പെട്ട ദൂതന്മാരിൽ ഒരുവനാണ്. എല്ലാവരോടും എപ്പോഴും ദൂതറിയിക്കുന്ന ഗബ്രിയേൽ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ദൂതന്മാരുടെ പ്രത്യക്ഷത പലയിടത്തും പല സന്ദർഭത്തിലും ഉണ്ടായിട്ടുണ്ട്. ഗബ്രിയേലിനെ കുറിച്ച് മാത്രം പറഞ്ഞിരിക്കുന്ന ആ വെളിപ്പാടിൽ ഗബ്രിയേൽ ദൂതനെ കുറിച്ച് തിരിച്ചറിയേണ്ടത് ആവശ്യം നമുക്കുണ്ട്. കാരണം നാം ആ ദൂതന്മാരെ പോലെ ആയി തീരുമെന്നുള്ള വാഗ്ദത്ത പ്രകാരം ആകണമെങ്കിൽ അവയെക്കുറിച്ച് ഒരു അറിവ് നമുക്ക് ആവശ്യമാണ്. സ്വർഗത്തിൽ ദൈവം സൃഷ്ടിച്ചതായ സ്വർഗീയ ദൂതന്മാർ തേജസ്സേറിയവരാണ്, തേജസ്സുള്ളവരാണ്. പക്ഷെ ആ തേജസ്സോടുകൂടെ ഒരിക്കലും ഭൂമുഖത്ത് ഒരു മനുഷ്യൻ കാണുവാൻ സാധ്യമല്ല. എങ്കിൽ തന്നെയും അവരെ അറിയുവാനുള്ള അവരുടെ തേജസ് പരിമിതപ്പെടുത്തി ചെറിയ ഒരു തേജസ്സിൽ ഭക്തന്മാർക്ക് വെളിപ്പെട്ടതിൽ ദാനിയേലിന് വെളിപ്പെട്ട ഒരു ഭാഗം ഞാൻ കാണിക്കുവാനായി താല്പര്യപ്പെടുകയാണ്. ഗബ്രിയേൽ ബൈബിളിൽ 23 പ്രാവശ്യം നമ്മൾ കാണുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം മുതൽ നോക്കുമ്പോൾ പലപ്പോഴായി ദാനിയേൽ പ്രവാചകൻ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുമ്പോൾ സ്വർഗം തുറക്കുകയും സ്വർഗീയ ദൂതന്മാർ പ്രത്യക്ഷപ്പെടുകയും സ്വർഗീയ ദൂതന്മാരിൽ പ്രധാനിയായ ഗബ്രിയേൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൊരു ഭാഗം ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം മുതൽ ആയിട്ട് വായിക്കുമ്പോൾ ഈ ദർശനം കണ്ടിട്ട് അർത്ഥം ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പുരുഷ രൂപം എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. ദൂതന്മാരുടെ പ്രത്യക്ഷതയാണ്. ബാബേൽ സാമ്രാജ്യത്തിൽ രാജകൊട്ടാരത്തിൽ രാജകീയമായ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തനായ പ്രവാചകനാണ് ദാനിയേൽ. ആ ദാനിയേലിന്റെ അടുക്കൽ ദൂതന്മാരുടെ ഒരു പ്രത്യക്ഷതയിൽ ഇവിടെ പറയുന്നു ഒരു പുരുഷ രൂപം. ആരുടെ രൂപം? ദൂതന്റെ രൂപമാണ് പുരുഷ രൂപം. സ്ത്രീ രൂപത്തെക്കുറിച്ച് ബൈബിളിൽ ഒരിടത്തും ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, കലാകാരന്മാർ അവരുടെ വിദ്യ അനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള മിക്കവാറും ചിത്രങ്ങൾ സ്ത്രീ രൂപമാണ്. ഇന്നത്തെ AI ഉപയോഗിച്ച് നൂറുകണക്കിന് കോടാനുകോടി തന്നെ
ദൂത സമൂഹങ്ങളെ വിവിധ നിലകളിൽ പിക്ചറായോ മൂവിയായോ അവർ അവതരിപ്പിക്കുമ്പോൾ ദൂതന്മാരെല്ലാം മിക്കവാറും എല്ലാം തന്നെ സ്ത്രീ രൂപമായിട്ടാണ് കാണുന്നത്. ബൈബിളിൽ സ്ത്രീ രൂപവും സ്വർഗീയ ദൂതന്മാരോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ പുരുഷ രൂപം എന്ന് പറഞ്ഞിട്ടുമുണ്ട്. ശ്രദ്ധിക്കൂ, ആ പുരുഷ രൂപം എന്ന് പറഞ്ഞിരിക്കുന്ന ദൂതൻ അടുത്ത് നിൽക്കുന്ന ദൂതനായ ഗബ്രിയേലിനോട് പറയുകയാണ്, 16-ാം വാക്യം, ഗബ്രിയേലേ, ഇവന് ഈ ദർശനം ഗ്രഹിപ്പിച്ചു കൊടുക്കുക. ദൂതശ്രേഷ്ഠന്മാരുടെ ഗ്രൂപ്പ് തന്നെ ഇവിടെയുണ്ട്. അതിൽ ഗബ്രിയേൽ ഉണ്ട്. ഗബ്രിയേലിനോട് സമാനതയുള്ള മറ്റൊരു അധികാരമുള്ള ദൂതൻ പറയുകയാണ്, പുരുഷ രൂപമുള്ള ദൂതൻ പറയുകയാണ്, ഗബ്രിയേലെ, ഇവന് ദർശനം ഗ്രഹിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ ഗബ്രിയേൽ ദൈവത്തിൽ നിൽക്കുന്ന പുരുഷനാകുന്നു എന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുരുഷന്മാർ താഴോട്ട് വായിക്കുമ്പോൾ നമ്മുടെ വിഷയം ഗബ്രിയേൽ എന്ന ദൂതനെ കുറിച്ചാണ്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 21-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിയെങ്കിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിന് നേരത്ത് എന്നോട് അടുത്തു വന്നു. ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന പദം ഗബ്രിയേൽ എന്ന പുരുഷൻ. പ്രധാന ദൂതന്മാരിൽ ശ്രേഷ്ഠന്മാരിൽ ഒരുവനാണ് ഗബ്രിയേൽ. ഗബ്രിയേലിന്റെ രൂപത്തെക്കുറിച്ച് പറയുന്നു, ഗബ്രിയേൽ എന്ന പുരുഷൻ, പുരുഷ രൂപം. ആ അധ്യായങ്ങൾ 8, 9, 10, 12 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ പ്രധാന ദൂതന്മാരിൽ പ്രമുഖനായ ഗബ്രിയേലും അപ്പോൾ തന്നെ മീഖായേൽ, മറ്റു ദൂതന്മാരെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ വിവരിക്കുന്നു. ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം മുതൽ ഉള്ള കാര്യമാണ്. 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം മുതൽ അവിടെ ദൂതനെ കുറിച്ച് പറയുന്നു. ഗബ്രിയേൽ ദൂതൻ ദാനിയേലിന്റെ അടുക്കൽ വന്നപ്പോൾ ദാനിയേൽ കണ്ട കാഴ്ചമാണ്, ശണവസ്ത്രം ധരിച്ചും അരയ്ക്ക് ഊപ്പാസ് തങ്കം കൊണ്ടുള്ള കച്ച കെട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവിടെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നത് ഒരു പുരുഷൻ, ദൂതന്റെ രൂപം, പുരുഷ രൂപം, പുരുഷനെ കണ്ടു. തേജസ്സിന്റെ അങ്കി ധരിച്ചിരിക്കുന്നുവെന്നാണ് അതിന്റെ ആദ്യ ഭാഗത്തിന്റെ അർത്ഥം. അവന്റെ ദേഹം ഗോമേദകം പോലെയും സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യമെന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ദർശന വാക്യം കൂടെ ചേർത്ത് ചിന്തിച്ചാലുള്ള അർത്ഥം. സ്വർണം റിഫ്ലക്റ്റ് ചെയ്യുന്നത് പോലെയാണ്. ഊഫാസ് തങ്കം കൊണ്ടുള്ള കച്ച കെട്ടിയിരിക്കുന്നു, കച്ച കെട്ടിയിട്ടുണ്ട്. എവിടെയാണ്? അരയ്ക്ക് കച്ച കെട്ടിയിട്ടുണ്ട്. അവന് ദേഹം ഗോമേദകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും. മിന്നൽ പ്രകാശം എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിന്റെ, അതായത് തേജോമയനായ കർത്താവ് യേശുക്രിസ്തുവിന്റെ മുഖത്തെക്കുറിച്ച് പറയുമ്പോൾ സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ എന്ന് വായിക്കുന്നു. അതിനൊരു തത്തുല്യമായ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗബ്രിയേലിന്റെ മുഖം മിന്നൽ പ്രകാശം പോലെയും. അടുത്ത് വായിക്കുന്നു, കണ്ണ് തീപ്പന്തം പോലെയും. കർത്താവ് യേശുക്രിസ്തുവിന്റെ കണ്ണിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന് 13-ാം വാക്യം വായിക്കുമ്പോൾ അവരുടെ കണ്ണ് തീപ്പന്തം പോലെ, അഗ്നിജ്വാലയ്ക്ക് സമമായ തീപ്പന്തം പോലെയുള്ള കണ്ണാണ്. ഇവിടെ ദൂതന്റെ കണ്ണിനെ കുറിച്ച് പറയുന്നു, കണ്ണ് തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെയും. കർത്താവ് യേശുക്രിസ്തുവിന്റെ കാലിനെ കുറിച്ച് പറയുമ്പോൾ തീയിൽ ചുട്ടുപഴിച്ച വെള്ളോട്ടിന് സദൃശ്യം, തീയിൽ ചുട്ടുപഴുത്ത വെള്ളോട്ടിന് സദൃശ്യം എന്ന് പറയുന്നതിന് തത്തുല്യമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെയുമുള്ള കാല്. അടുത്ത് പറയുന്നു, അവന്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയുമായിരുന്നു.
യേശുക്രിസ്തുവിന്റെ വാക്കുകളുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, മിന്നൽ പിണരുകൾ പോലെ അതിശക്തിയോടുകൂടെ സൃഷ്ടിപ്പുളവാക്കുന്ന ഈ ശബ്ദമാണ്. ദൂതനെ കുറിച്ചും പറയുന്നു, ഒരു വാക്കുകൾ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയുമായിരുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വിവരണത്തെ വായിച്ചുകൊണ്ട് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നതിൽ പലരും ഇത് കർത്താവ് യേശു ആണെന്നാണ് സമർത്ഥമായി പറയാറുള്ളത്, സമർത്ഥിക്കാറുള്ളത്. എന്നാൽ പ്രിയമുള്ളവരെ, ഇത് യേശുവിനെ കുറിച്ചല്ല, സ്വർഗസിംഹാസന ചുറ്റും ഉന്നത അധികാരത്തോടുകൂടെയുള്ള ദൂതന്മാരിൽ ഗബ്രിയേലിനെ കുറിച്ച് മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് എന്ന് പ്രത്യേകമായി മറന്നു പോകരുത്. വീണ്ടും 10-ാം അധ്യായത്തിന്റെ താഴോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ 9-ാമത്തെ വാക്യം, അവന്റെ വാക്കുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് വീണു. കർത്താവായ യേശുവിന്റെ ശബ്ദമോ ദൈവശബ്ദമോ ഒരു ദൂതന്റെ ശബ്ദമോ പോലും കേൾക്കുവാനുള്ള ത്രാണി ഈ മനുഷ്യ ശരീരത്തിലില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ എന്നോട് ഏറ്റവും പുരുഷനായ ദാനിയേലേ എന്ന് വിളിച്ച് സംസാരിക്കുകയാണ്. ദാനിയേൽ കാലും കൈയും തറയിൽ ഊന്നി വിറയലോടുകൂടെ നിൽക്കുക. ആ സമയത്ത് വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ, പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവിടെ നോക്കണം, പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുവനായ മീഖായേൽ പുരുഷ രൂപമാണ്. സ്വർഗത്തിലെ ശ്രേഷ്ഠ ദൂതന്മാരൊക്കെയും പുരുഷ രൂപമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഇവിടുത്തെ വിഷയം 21 ദിവസത്തോളം ദൈവസന്നിധിയിൽ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദാനിയേലിന് ആദ്യ ദിവസം തന്നെ മറുപടിയായി ഗബ്രിയേൽ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. എന്നാൽ ബാബേൽ സംസ്ഥാനത്തിന്റെ മുകളിൽ ആയാറിൽ മേഘമണ്ഡലത്തിൽ അവിടെ സാത്താന്യ ശക്തികൾ സിംഹാസനം സ്ഥാപിച്ച് വാണരുളുന്ന ആ മണ്ഡലത്തിൽ ഗബ്രിയേൽ ദൂതനെ തടസ്സപ്പെടുത്തുകയാണ്, തടഞ്ഞു നിർത്തുകയാണ്. അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഏകദേശം 20 ദിവസത്തോളം പിന്നിട്ടു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ദാനിയേലിന്റെ അടുക്കിലേക്ക് ദൂതന് വരുവാൻ കഴിയുന്നില്ല, ദൂത് കൊടുക്കുവാൻ കഴിയുന്നില്ല, തന്നെ ആശ്വസിപ്പിക്കുവാൻ അടുത്തു വരുവാൻ കഴിയുന്നില്ല, മറുപടി എത്തിക്കുവാൻ കഴിയുന്നില്ല. അപ്പോഴാണ് പ്രധാന ദൂതന്മാരിൽ ഒരുവനായ മീഖായേൽ ഈ ഗബ്രിയേലിനെ സഹായിക്കാൻ വരുന്നു. അങ്ങനെ ആയാറിൽ ആ മേഘമണ്ഡലത്തിൽ സാത്താന്യ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്ന ആ മണ്ഡലത്തിൽ അവർ തമ്മിൽ യുദ്ധം ചെയ്യുന്നു. ഗബ്രിയേൽ ദൂതൻ ദാനിയേലിന്റെ അടുക്കിലേക്ക് വരുന്നു. 16-ാം വാക്യത്തിൽ, മനുഷ്യരോട് സദൃശ്യനായ ഒരുത്തൻ, അവിടെ ദൂത സമൂഹങ്ങളാണ്. മനുഷ്യരോട് സദൃശ്യനായ ഒരുത്തൻ, എല്ലാവരുടെയും പേര് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും പേരുണ്ട് നിശ്ചയം, പക്ഷേ അവിടെ പേര് പറഞ്ഞിട്ടില്ല. 18-ാം വാക്യത്തിൽ വീണ്ടും വായിക്കുന്നു, അപ്പോൾ മനുഷ്യ സാദൃശ്യത്തിലുള്ളവൻ, അവിടെയും ഒരു പുരുഷത്വ രൂപത്തെയാണ് അവിടെ കാണിക്കുന്നത്, മനുഷ്യ സാദൃശ്യത്തിൽ ഉള്ളവൻ. ഇങ്ങനെ ഇവിടെ പറഞ്ഞ ഈ കാര്യത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം ഗബ്രിയേൽ ദൂതനെ കുറിച്ചാണ്. ഗബ്രിയേൽ ദൂതന്റെ തേജസ്സാണ്. സ്വർഗസിംഹാസന അടുക്കൽ ദൈവത്തിന്റെ ദൂതനുസരിക്കുന്ന വീരനായി നിൽക്കുന്ന ദൂതവാഹിയാണ് ഗബ്രിയേൽ. ആ ഗബ്രിയേൽ ദാനിയേൽ വെളിപ്പെടുമ്പോൾ ഒരു പ്രാവശ്യം തന്റെ സ്വർഗീയ പ്രതാപത്തിന്റെ തേജസ് വെളിപ്പെടുന്നു. പുരുഷ രൂപമാണ്, മുഖം സൂര്യൻ പ്രകാശിക്കുന്ന പോലെ, മിന്നൽ പോലെ പ്രകാശിക്കുക, ശരീരം തങ്കം നിർമ്മിതമായ ഒരു കാഴ്ച പോലെ, അരയിൽ ഊഫാസ് തങ്കം കൊണ്ടുള്ള കച്ച കെട്ടിയിട്ടുണ്ട്, ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ച പോലെ അതിശക്തമായ ശബ്ദമാണ്, കാലുകൾ തീയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ട് സദൃശ്യം എന്നതുപോലെ ഒരു ഭാഗമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവ് യേശുവാണോ? അല്ല. സ്വർഗീയന്മാർക്ക് സാക്ഷാൽ കർത്താവിന് രൂപസാദൃശ്യമുണ്ട്. ഇത് ഗ്രഹിക്കാൻ അല്പ പ്രയാസമായേക്കാം. ഗ്രഹിക്കാവുന്നിടത്തോളം ഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ അല്പഭാഗം കൂടെ ഞാൻ അവിടെ ചേർക്കുകയാണ്. എവിടെ നിന്ന്? വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ നിന്നും ഒരു ഭാഗം അതിനോടുകൂടെ ചേർത്ത് പറയുവാനായി താല്പര്യപ്പെടും. അന്ത്യകാല ശാസ്ത്രം എന്ന് പറയുന്ന
ലോകാന്ത്യ സംഭവങ്ങളെ വിവരിക്കുന്ന മഹാപീഡനം എന്ന് പറയുന്ന സംഭവത്തിന്റെ ഒടുവിൽ പ്രധാന ദൂതന്മാരിൽ 7 പേർ ഒരുമിച്ച് പേര് വെളിപ്പെടുത്താതെ ദൈവത്തിന് ന്യായവിധി നടപ്പിലാക്കുന്ന അഥവാ ക്രോധകലശം ഒഴിക്കപ്പെടുന്ന ഒരു ഡ്യൂട്ടി ദൈവം ഏൽപ്പിച്ച 7 ദൂതന്മാർ പ്രത്യക്ഷപ്പെടുകയാണ്. എവിടുന്ന്? സ്വർഗത്തിൽ നിന്നും ദൈവം കൽപ്പിച്ചാക്കിയ ഉന്നത അധികാരമുള്ള 7 പേര് ഒരുമിച്ച് ഇവിടെ വരികയാണ്. 7 ആയിട്ടുള്ള കോറുകൾ പലതുണ്ട്. അവിടെ 5-ാം വാക്യം, സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദൈവാലയം തുറന്നു. 6-ാം വാക്യം, 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായുള്ള ശണവസ്ത്രം ധരിച്ചും മാറത്ത് പൊൻകച്ച കെട്ടിയും കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് പുറപ്പെടുന്നു. അന്ത്യന്യായവിധിയുടെ, അതായത് ഭൂമിയിൽ നടക്കേണ്ടതായ മഹാകഷ്ടകാലം എന്ന് പറയുന്ന എസ്കറ്റോളി എന്ന് പറയുന്ന വിഷയത്തിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗം 7 ക്രോധകലശമാണ്. ആ ക്രോധകലശം ഒഴിക്കപ്പെടുന്നതിന് വേണ്ടി തയ്യാറായി ഇറങ്ങി വരുന്ന 7 ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം? ഗബ്രിയേൽ ദൂതനുള്ള ദൈവിക തേജസ്സിന്റെ രൂപവർണ്ണനെ കുറിച്ച് വാക്യ തെളിവ് ഇവിടെ ഹാജരാക്കി. മറ്റു ദൂതന്മാർ ചുറ്റും നിൽക്കുന്നതിനെ കുറിച്ചും സമാനതയുള്ള ഒരു രൂപസാദൃശ്യമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. കർത്താവ് യേശുക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് പിതാവായ ദൈവത്തിന് മഹിമയുടെ വലത്തുഭാഗത്തായിരിക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനും ഏക മധ്യസ്ഥനും ഏക രക്ഷിതവുമായിരിക്കുന്ന യേശുവിനെ കുറിച്ച് സ്വർഗീയ പ്രതാപത്തോടുകൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പാട് എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതേ രൂപവർണ്ണനയാണ് ഇവിടെ ദൂതന്മാർക്കും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഗബ്രിയേൽ ദൂതനെ കുറിച്ച് പറഞ്ഞ കാര്യമല്ല, മറ്റു ദൂതന്മാരെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കൂ. 6-ാമത്തെ വാക്യം, വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായുള്ള ശണവസ്ത്രം ധരിച്ചും അഥവാ തേജസ്സിനെ അംഗീകരിച്ചും മാറത്ത് പൊൻകച്ച കെട്ടിയും കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് പുറപ്പെടുകയാണ്. മാറത്ത് പൊൻകച്ച കെട്ടിയിട്ടുണ്ട്. വലിയ സംശയം ഉളവാക്കുന്ന പല കാര്യങ്ങളുണ്ട്, ക്ലിയർ ആക്കാം. കർത്താവ് യേശുക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിലായിരിക്കുന്ന പ്രതാപത്തോടുകൂടെ യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പെടുത്തിയപ്പോൾ മാറത്ത് പൊൻകച്ച കെട്ടിയ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുവിനെ കുറിച്ച് അവിടെ വെളിപ്പെടുത്തുമ്പോൾ സ്തോത്രം, അതിനോട് സമമായ ഒരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്, ഉലകത്തിന്റെ അധിപനായി പ്രപഞ്ചത്തിന്റെ ഉടയവനായി എല്ലാറ്റിനെയും എല്ലാമായ കർത്താവ് യേശുക്രിസ്തു മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്നു. അവൻ എല്ലാറ്റിന്റെയും അധികാരിയാണ്, രാജാവാണ്, അവൻ എല്ലാറ്റിനെയും തലവനാണെന്ന് കാണിക്കുന്നു. അപ്പോൾ സ്വർഗത്തിൽ ഇറങ്ങി വരുന്ന ദൂതന്മാരും മാറത്ത് പൊൻകച്ച കെട്ടിയിട്ടുണ്ടോ? അത് വിശ്വാസയോഗ്യമാണോ? അതേ പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവത്തിനും പുത്രനായ ക്രിസ്തുവിനും സാദൃശ്യമുള്ളവരാണ് സ്വർഗസിംഹാസന ചുറ്റുമുള്ള അധികാരികളായ ദൂതന്മാർ. അവിടെ വകുപ്പുകൾപ്പെട്ട മന്ത്രിമാർ ഈ ലോക ഭരണകൂടങ്ങളിൽ ഒരു സദസ്സിന് ചുറ്റും ഇരിക്കുന്നത് പോലെ സ്വർഗീയന്മാർക്ക് സ്വർഗീയമായ സാദൃശ്യമുണ്ട്. അങ്ങനെ ഇതാ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു. രൂപസാദൃശ്യം ഗബ്രിയേൽ ദൂതനോട് ചേർന്നുള്ള സാദൃശ്യം. കർത്താവ് ഒരു കാര്യം പറഞ്ഞ് ശ്രദ്ധിക്കുക, പിതാവേ, നീയും ഞാനും ഒന്നായിരിക്കുന്ന പോലെ ഇവരും നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഒരു കാര്യം, ദൈവത്തോട് സാദൃശ്യം ക്രിസ്തു, ക്രിസ്തുവിനോട് സാദൃശ്യം നമ്മൾ. അപ്പോൾ തന്നെ സ്വർഗീയന്മാരായ ദൂതന്മാർക്കും ദൈവത്തോടും ക്രിസ്തുവിനോടും സാദൃശ്യമുണ്ട്. സംശയിക്കേണ്ട കാര്യമല്ല. സ്വർഗീയന്മാർക്ക് തമ്മിൽ വലിയ സാദൃശ്യമുണ്ട്, ആകർഷണമുണ്ട്. ഭൂമിയിലെ മനുഷ്യർക്ക് തമ്മിൽ തിരിച്ചറിയേണ്ട സാദൃശ്യങ്ങളുമുണ്ട്, മനുഷ്യ സാദൃശ്യം. എന്നാൽ സ്വർഗീയന്മാർക്ക് ആ സ്വർഗീയമായ സാദൃശ്യത്തെ കുറിച്ച് പറയുമ്പോൾ പിതാവിനോടും ക്രിസ്തുവിനോടും സ്വർഗീയ ദൂതന്മാരോടുമുള്ള സാദൃശ്യം ഏകോപിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ
ഭാവിയിൽ നാമും സ്വർഗദൂത തുല്യരായി തീരും. വലിയ വിശ്വാസവും വലിയ പ്രത്യാശയും വർദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഭാവിയിൽ സ്വർഗത്തിൽ മായമില്ലാത്ത, ദ്രവത്വമില്ലാത്ത, അദ്രവത്വധാരികളായ, ബലവാന്മാരായ, ശക്തന്മാരായ സ്വർഗീയ ദൂതന്മാരെ പോലെ നാമും ആയിത്തീരും. എത്ര വലിയ ഉറപ്പും പ്രത്യാശയുമാണ്. അതെ പ്രിയമുള്ളവരെ, ഒരു ഗബ്രിയേൽ ദൂതന്റെ തേജസ്സിന്റെ വർണ്ണന, മറ്റു ചില ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വർണ്ണന, അത് തന്നെ ഭാവിയിൽ നമുക്ക് ലഭിക്കും. ഇത് വിശ്വാസയോഗ്യമാണ്. നമ്മൾ അവിടെ ഒരു നാൾ എത്തിച്ചേരും. ഗോഡ് ബ്ലസ് യു ആൾ.